കൂലി ലോകേഷ് രജനീകാന്ത് ആ ഒരു കോംബോയിൽ വരുന്ന ഒരു പടത്തിന് നല്ല രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ട്രെയിലറൊക്കെ തന്നിട്ടുള്ള ആ ഒരു വൈബ് ശരിക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രെയിലർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്രാഫ് പോലെയാണ് ഈ സിനിമ പോകുന്നത്. കാരണം ഇടയ്ക്ക് ഒന്ന് അപ്പാവും, പിന്നെ ഒന്ന് ഡൗൺ ആവും, പിന്നെ ഒന്ന് അപ്പാവും, പിന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോകും, പിന്നെ വീണ്ടും അപ്പാവും, അപ്പൊ തന്നെ ഡൗൺ ആവും. ഇങ്ങനെ 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 ഒരു എന്താ പറയാ ഒരു പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ ഡിറക്ഷനും ആണ് നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കുക. ശരിക്കും പറഞ്ഞ് ഇത്രയും നല്ലൊരു ടെക്നീഷ്യൻസ്, അതും സൗത്ത് ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ പ്രോമിസിങ് ഡയറക്ടർ ആൻഡ് അദ്ദേഹവും രജനീകാന്തുമായിട്ടുള്ള ഒരു ടീമപ്പ് ആയിട്ട് ഒരു പടം വരുമ്പോൾ അതിന് നല്ല എക്സ്പെക്ടേഷൻ വെക്കുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള തെറ്റുമില്ല. പ്രത്യേകിച്ച് ലോകേഷ് തന്നെ റിലീസിന്റെ തലേദിവസം പറഞ്ഞു ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്, ഒരു തരത്തിലും എൽ സി യു ആയിട്ടുള്ള യാതൊരു കണക്ഷനും ഇതിലില്ല എന്നുള്ളത്. ആൻഡ് ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ്. കാരണം ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് തന്നെ വന്നാൽ മതി എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ അപ്രോച്ച് ചെയ്തപ്പോഴും അതെ, ഒരു കൃത്യത ഇല്ലാത്തതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലോകേഷിന് ചെയ്തു വെക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തോന്നലായിരുന്നു ഈ പടം കണ്ട. അപ്പൊ എന്റെ അദ്ദേഹം ഒരുപാട് രീതിയിലുള്ള ഒരു എന്താ പറയാ ക്രിറ്റിസിസം അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത്രയും നല്ലൊരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു പടം പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ തന്നെ വലിയൊരു ലെറ്റ് ഡൗൺ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രീവിയസ് മൂവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് മികച്ച പടങ്ങളാണ്. പ്രത്യേകിച്ച് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ എന്ന് പറയുകയാണെങ്കിൽ മാനഗരം, കൈദി, വിക്രം ആൻഡ് മാസ്റ്റർ അത്യാവശ്യം നല്ല പോലെ തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പടമാണ്. ആൻഡ് ലിയോ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനും സെക്കൻഡ് ഹാഫും മൊത്തം ആ ഒരു പടത്തിന്റെ ഓവറോൾ ഫീല് കളഞ്ഞു എന്ന് തന്നെ പറയാം. ആൻഡ് ബാക്കിയുള്ള ഈ പടങ്ങളൊക്കെ പ്രത്യേകിച്ച് എനിക്ക് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് വിക്രമാണ്. കാരണം എങ്ങനെ കമൽഹാസൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ അതിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ആൻഡ് കൂലിയിലേക്ക് വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു 3 അവേഴ്സിനോട് അടുപ്പിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ ശരിക്കും പറഞ്ഞാൽ അവർ എന്താണ് ഈ സിനിമയുടെ സ്റ്റോറി ഒറ്റ വാക്കിൽ നമ്മൾ പറയാൻ പറഞ്ഞാൽ അത് ശരിക്കും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അവർക്ക് ഏതൊരു പ്ലോട്ടിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഈ പടത്തിൽ. കാരണം ഈ പടത്തിന്റെ തുടക്കത്തിൽ ഒരു പ്രത്യേക ഒരു കോഴ്സ് കാരണം ഇപ്പോ ദേവ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് വരേണ്ടി വരുന്നു. എൻ്റെ അതിനുശേഷം അതിന് പിന്നാലെ ആ ഒരു ക്യാരക്ടർ പോകുമ്പോൾ പിന്നെ അവിടുന്ന് ഫുള്ള് ബ്രാഞ്ചസ് ആണ്. ഒരു സബ് പ്ലോട്ടുകളുടെ അയ്യരുകളിയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ മോട്ടീവ്സ് എന്താന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾ ഡൗട്ട് അടിച്ചു പോകും. എന്തിനായിരുന്നു ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ? എങ്ങനെ ഇങ്ങനത്തെ ഒരു ഡയറക്ടർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി ഇല്ലോജിക്കൽ ആയിട്ടുള്ള സീനുകൾ എഴുതി വെക്കാൻ പറ്റും എന്നുള്ള ചില തോന്നലുകൾ, ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയും ചിലതൊക്കെ ചിരിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള എക്സിക്യൂഷൻ തന്നെയായിരുന്നു. ആൻഡ് ഇതിലത്തെ ഫൈറ്റ് സീക്വൻസ് പറയുകയാണെങ്കിൽ പ്രീവിയസ് മൂവീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിക്രത്തിലും അതുപോലെ തന്നെ മാസ്റ്റർ, അതുപോലെ ലിയോ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ ആക്ഷനുകൾക്ക് അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ എടുത്തു വെക്കാനായിട്ട് ലോകേഷ് ശ്രദ്ധിച്ചിരുന്നു. ആൻഡ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു പറന്നുകളിയാണ്. എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒക്കെ ഒരു ആക്ഷൻ സീക്വൻസുകൾ എടുത്തു വെച്ചെന്നുള്ള ഒരു ഡൗട്ടായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ദേവ മാൻഷൻ എന്ന് പറയുന്നത് അതായത് രജനീകാന്തിന്റെ ഒരു ഹോസ്റ്റലിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഖം എന്താ പറയാ വെട്ടി ഒട്ടിച്ചേക്കണ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അതിന്റെ അത്യാവശ്യം ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ജയിലർ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ഒരു പ്രോപ്പർ ആ ഒരു ഏജ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട്. ആൻഡ് അത് പോലും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ എന്തൊക്കെയോ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പടം എടുത്ത് അവസാനിപ്പിച്ചാൽ മതി എന്ന് എടുത്ത് വെച്ച പോലെയാണ് നമുക്ക് തോന്നുക. ആൻഡ് അനിരുദ്ധ് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ഭാഗം നല്ല വെടിപ്പായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ജയിലറിൽ എങ്ങനെയാണോ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെയുള്ള വൈബ് ഇതിൽ പല സീക്വൻസും പവർ ഹൗസ് ആ ഒരു തീമൊക്കെ ചില പെർട്ടിക്കുലർ സീക്വൻസിൽ പ്ലേ ചെയ്തപ്പോൾ തന്നെ നല്ല കിഡിലൻ ഫീൽ തന്നെ കിട്ടിയിരുന്നു. ആൻഡ് ഇതിൽ നല്ലൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു AI വെച്ചിട്ട് അല്ലെങ്കിൽ ഡി ഏജിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിന്റേജ് പോർഷൻസ് അത് കുറച്ച് സീനേ ഉള്ളൂവെങ്കിലും അത് വർത്തായിരുന്നു, അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന നല്ല പക്കാ സീക്വൻസ് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ തോന്നിപ്പോയി ആ ഒരു ഭാഗം തന്നെ അത്യാവശ്യം എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ നമ്മളെ കുറച്ചും കൂടി എൻഗേജ് ചെയ്തിരുത്താനും ഈ പടത്തിന്റെ ഇങ്ങനെയുള്ള ചില കല്ലുകടികൾ മാറ്റാനും സാധിച്ചിരുന്നു. കാരണം അതിലൊക്കെയുള്ള സ്വാഗും അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് മിക്സിംഗ് ഒക്കെ ആ ഒരു കാലഘട്ടത്തിലത്തെ ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അന്നത്തെ ഒരു വിന്റേജ് ഫീല് കിട്ടിയിരുന്നു. എൻ്റെ ഒരു ഹൗസ്ഫുൾ പാക്ഡ് തിയേറ്ററിൽ നിന്ന് നമുക്കത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയായിരുന്നു. ആൻഡ് മറ്റുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ സൗബിൻ, സത്യരാജ്, ശ്രുതി ഹാസൻ ആൻഡ് ഇതില് നമ്മുടെ നാഗാർജുന ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. ബട്ട് അവരെ പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ എവിടെയും എത്താതെ പോയ ഒരു ക്യാരക്ടേഴ്സ് ആയി പോയി. ഇവൻ സൗബിനൊക്കെ കിട്ടിയ ക്യാരക്ടേഴ്സിനെ മാക്സിമം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇവൻ നാഗാർജുന ആയാലും ശരി ആ ഒരു ക്യാരക്ടറിനൊക്കെ നല്ലൊരു
പെർഫെക്റ്റ് ഒരു എന്താ പറയുക ക്ലാസ് ലുക്ക് വില്ലന്റെ ഒരു ഫീലൊക്കെ തരാൻ സാധിച്ചിരുന്നു. ബട്ട് ഓവറോൾ പടത്തിന്റെ ആ ഒരു മൊത്തം ഒരു സ്റ്റോറി ലൈനിലൊക്കെ നമ്മൾ കണ്ടുവരുമ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ട് അവസാനിപ്പിക്കുന്ന നമ്മൾക്ക് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് അമീർ ഖാന്റെ ക്യാമിയോ, ആ ഒരു ക്യാമിയോന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ആൻഡ് എന്താ പറയാ എന്തൊക്കെയോ തട്ടിക്കൂട്ടി വെച്ചിട്ട് എന്തൊക്കെയോ ഒന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലോകേഷിന്റെ കരിയറിലെ വീക്കസ്റ്റ് ഒരു എന്താ പറയാ വർക്ക് എന്ന് തന്നെ പറയാം കൂലി. എക്സെപ്റ്റ് ആ ഒരു വിന്റേജ് പോർഷൻസ്, ആ ഒരു വിന്റേജ് പോർഷൻസ് മാത്രം പടത്തിൽ അത്രയും ഇഷ്ടപ്പെട്ടു. അത് അത്രയും നല്ല രീതിയിൽ തന്നെ ബിൽഡപ്പ് ആക്കിയിട്ടും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പടത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ആശ്വസിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അതിന്റെ ഇടയിൽ വരുന്ന മെയിൻ സ്റ്റോറി, സബ് പ്ലോട്ട്സ്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയോ കാണിച്ചു. ഞാൻ ഈവൻ ഉപേന്ദ്രയുടെ ആ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന് ജസ്റ്റ് ആ ഒരു ചെറിയ കുറച്ച് നേരത്തേക്കുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആ ഒരു പോർഷനിലത്തെ ഒരു BGM ഒന്നും അത്ര വലിയ തോന്നുന്നില്ല. ബട്ട് ആ ഒരു പവർ ഹൗസ് BGM കൊണ്ടുവച്ചിട്ടുള്ള ഭാഗങ്ങളായിരുന്നു എനിക്ക് കുറെ കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ സിനിമാറ്റോഗ്രഫി എല്ലാം നൈസ് ആയിട്ടുണ്ട്. കളറിങ്ങും എല്ലാം തന്നെ നൈസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി കുറെ ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയായിരുന്നു എന്ന് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിപ്പോയി. ആൻഡ് ഓവറോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകേഷ് കനകരാജിന്റെ ഒരു പടം എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ഈ പടം അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പടം ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു രജനീകാന്തിന്റെ അല്ലെങ്കിൽ ഒരു രജനി ഷോ കാണാനായിട്ടാണ് നിങ്ങൾ പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചില മൊമെന്റ്സ് ഈ സിനിമ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫോർ മീ ഇതൊരു എന്താ പറയാ ഒരു വൺ ഓഫ് ദ ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ വേണമെന്ന് തോന്നി. കാരണം ഇതിന്റെ സ്റ്റോറി ലൈൻ കേൾക്കുമ്പോൾ തന്നെ നല്ല ചിരി വരുന്ന ടൈപ്പ് തന്നെയായിരുന്നു. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയും.